ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ എന്താടാ വീട്ടിലേക്കാ? ബീഫ് ഉണ്ടാവും, പിന്നെ കപ്പ ഉണ്ടാവും. കപ്പയും ബീഫും. ഓക്കെ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കീഴ് ഇക്കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സ് കണ്ട് എല്ലാം കിഴിക്കാത്തുണ്ട്. കീഴിലേക്ക് പോവാം. യെസ്, റാട്ടോസ് റെഡി. ആവശ്യമില്ലാത്ത ചിരിയോ? എന്തിന്റെ ചിരിയാണത്? കൊലവിളി എന്നൊക്കെ പറയാം. ചിരി. ടൈല്, ഹെഡ്, ഹറാംസേ. ഓക്കെ ഓക്കെ, കിഴിയിലേക്ക് പോവാം. ഓക്കെ, ഫസ്റ്റ് കിഴി എടുക്കാൻ. യെസ്, ഇതിങ്ങനെ താത്തി വെക്കണം. കിഴി തുറക്കുന്നതിന്റെ മുന്നേ വേറെ കാര്യം പറയാണ്ട്. നമ്മുടെ അളിയന്റെ ബർത്ത്ഡേ ആണ്. ടോവിനോ മച്ചാന്റെ ബർത്ത്ഡേ ആണ്. അളിയ സുഖല്ലേ? എന്താണെങ്കിലും മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. അപ്പൊ എന്തായാലും ഫസ്റ്റ് കിഴിയും അത് കണ്ടപ്പോഴാണ് ഓർമ്മ വരുന്നത് കേട്ടോ. അന്വേഷിപ്പിൻ കണ്ടെത്തും സിനിമയുടെ പുതിയൊരു പോസ്റ്റർ വന്നിട്ടുണ്ട്. ബർത്ത്ഡേ സ്പെഷ്യൽ തന്നെ, ഒരു 1.5 പോസ്റ്റർ കേട്ടോ. ആള് നോക്കുന്ന ലെൻസിന്റെ ഉള്ളിൽ ആളുടെ പോലീസ് വേഷത്തിലുള്ള മറ്റൊരു ലുക്ക് കൊള്ളാം. പിന്നെ ഫോക്കസ് ചെയ്തൊരു ഇത് കാണിക്കുന്നുണ്ട്. അതായത് ആ ഒരു പ്ലസ് പോയിന്റ് ഒന്ന് നേരെ താഴ്ത്തി വരച്ചിട്ടുണ്ട്, അത് എന്തായാലും എനിക്ക് തോന്നുന്നു ഇത് കാണുമ്പോഴൊക്കെ നമുക്ക് തോന്നുന്നത് ഇത് നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ സിനിമയാകാനുള്ള ഒരു ചാൻസ് ഒക്കെ ഉണ്ട്. അതെ, ഫെബ്രുവരി 9-നാണ് സിനിമ റിലീസ് ആവുന്നത്. നോക്കാം. ഓക്കെ, പിന്നെ ഒരു വീഡിയോ ഉണ്ട് കേട്ടോ. ബർത്ത്ഡേ അല്ലേ, ചെറുക്കന്റെ ഒരു അഴിഞ്ഞാട്ടം, ചെറുക്കന്റെ അഴിഞ്ഞാട്ടം. അതെ, സൗണ്ട് കുറച്ചിടാം. സൗണ്ട് കൂട്ടിയിട്ടാ പണി കിട്ടും. നല്ല കോപ്പിയാണെങ്കിൽ ഓരോന്നും ഇതില് ശരിക്കും മലയാള സിനിമ ശരിയായ രീതിയിൽ യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് തോന്നുന്നത്. ഉപയോഗിച്ചിട്ടില്ല. അതെ, പോരാ. ARM എനിക്ക് തോന്നുന്നു മാക്സിമം യൂസ് ചെയ്തിട്ടുണ്ടാവും. എന്തായാലും ഇതിനൊരു കമന്റ് വന്നിട്ടുണ്ട്. ആ വീഡിയോന്റെ ചോട്ടില് ബേസിൽ ജോസഫിന്റെ ഒരു കമന്റ് ഉണ്ട്. എന്റെ ചുവടുകളൊന്നും നീ മറന്നിട്ടില്ല മിടുക്കൻ എന്നുള്ളതാണ് കമന്റ്. അപ്പൊ അതിന് താഴെ റിപ്ലൈ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഇതാണ്: ഇല്ല, മറന്നിട്ടില്ല, മറക്കാൻ ശ്രമിക്കുകയാണ് ഞാൻ. അതും കൂടി മറന്നാൽ പെർഫെക്റ്റ് ആവുന്നു. ഇതാണ് ആൾക്ക് അതിന് കുറവുള്ളൂ. സത്യമായിട്ടും എപ്പോഴും പറയില്ലേ, ഈ ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു അതന്നെ ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു വൈബ് ഇതാണ്. ഒരു കമന്റ് ഇട്ടു, അതിനനുസരിച്ചുള്ള റിപ്ലൈ കൊടുക്കുക. അത് ഒരു ഭയങ്കര രസമുള്ള പരിപാടിയാണ്. അതെ, സത്യമായിട്ടും ചിലരുണ്ട് ഉടനടി സിനിമ ചെയ്യട്ടെ എന്നുള്ളതിനൊരു സൂചിപ്പിക്കലില്ലേ. ഇതങ്ങനൊന്നല്ല, സൂചിപ്പിക്കുന്നേ എനിക്ക് ഇഷ്ടം. ഇത് അങ്ങനത്തെ ഒരു സംഭവമല്ല. എടുത്തോ, വർത്താനം പറഞ്ഞു ഇരുന്നാൽ മാത്രം പോരാ. മത്സരം ഉണ്ടോന്നൊക്കെ ചോദിച്ചിട്ട് ഫസ്റ്റ് തന്നെ അവർക്ക് എടുക്കാച്ച ഐറ്റം തന്നില്ലേ, ഇനി എടുക്കും ഇങ്ങോട്ട്. ഹനുമാൻ സിനിമയുടെ ഇതുവരെയുള്ള കളക്ഷൻ 50 കോടി പിന്നിട്ടിരിക്കുന്നു. വേൾഡ് വൈഡ് ഗ്രോസ് അല്ലേ? 150 കോടി ഇതുവരെ. 150 കോടി. അതിനി OTT നമുക്ക് കാണാൻ പറ്റുള്ളൂ, ഇവിടെ വന്നിട്ട് കാണും. നമ്മുടെ നാട്ടിലൊന്നും ഇല്ല കേട്ടോ. അതാണ് അതിന്റെ റിവ്യൂ ഇടാത്തത്. സോറി. എന്തായാലും ഹിറ്റായി. അതുകൊണ്ടായിരിക്കും കളക്ഷൻ ഇച്ചിരി കുറവുന്നത്. നമ്മൾ റിവ്യൂ കുത്തനെ കയറുന്നത്, നെഗറ്റീവായി വരുന്നത്. എന്തായാലും കേരളത്തിലെ അധികം ആൾക്കാരൊന്നും അത് കണ്ടിട്ടുണ്ടാവും, വലിയതായിട്ട് സ്വീകരിച്ചിട്ടില്ലാന്ന് തോന്നുന്നു. റിവ്യൂസ് ഒക്കെ നെഗറ്റീവാണ്. അടുത്തത് നോക്കാം. ഗുരുവായൂർ അമ്പലനടയിൽ സിനിമയുടെ റിലീസ് പ്ലാൻ ചെയ്യുന്നത് മെയ്യിൽ കേട്ടോ, മെയ് മാസത്തിൽ. ഇത് പറഞ്ഞിരിക്കുന്നത് സിനിമയുടെ ഡയറക്ടർ വിപിൻ ദാസ് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. മെയ്യിലേക്ക് പ്ലാൻ ചെയ്യുന്നുള്ളത്. ഓക്കെ, മെയ്യിലും ഉണ്ട് കേട്ടോ ഒരുപാട് സിനിമകൾ. ഏപ്രിൽ മെയ്. അടുത്ത കിഴി ലാൽ സലാം. രജനികാന്ത് കാമിയോ റോളിൽ വരുന്ന സിനിമയാണ്. സ്പെഷ്യൽ അപ്പിയറൻസ്. സിനിമയുടെ ഓഡിയോ ലോഞ്ച് പ്ലാൻ ചെയ്യാൻ പോകുന്നത് 26-നായിരിക്കും, ജനുവരി 26-ന്. അതായത് സായിറാം എഞ്ചിനീയറിംഗ് കോളേജിലായിരിക്കും. റിപ്പബ്ലിക് ഡേന്റെ അന്നുണ്ടല്ലോ ഒരുപാട് സംഭവങ്ങൾ. എന്തായാലും സിനിമ റിലീസിനെത്തുന്നത് ഫെബ്രുവരി 9-നാട്ടോ. അന്വേഷിപ്പിക്കും കണ്ടെത്തും അതിന്റെയൊക്കെ കൂടെ. കുഴപ്പമൊന്നുമില്ല. അടുത്തത് ധനുഷ് 51 DNS. ധനുഷ്, നാഗാർജുന, പിന്നെ
ശേഖർ കമ്മുല ഡയറക്ടർ. എന്താണെങ്കിലും സിനിമയിൽ DSP ഓൺ ബോർഡ്. ഓക്കെ, ഒഫീഷ്യലായിട്ട് അവർ കൺഫേം ചെയ്തു. DSP ഇപ്പൊ ഏതൊക്കെ സിനിമകളല്ലേ? കുറെ ഉണ്ട്. ഒന്നിങ്ങനെ DSP ആണോ? കങ്കു DSP ഒന്ന് താന്നിരിക്കുക. വിടാമുയർച്ചി മറ്റേ അനിരുദ്ധാണ്. വേറെ ഏതോ ഒരു അജിത്തിന്റെ മൂവി ഉണ്ട് DSPക്ക് ഉണ്ട്, പുതിയത് വരാൻ പോകുന്നത്. ഓക്കെ, അടുത്ത കിഴി അനിമൽ സിനിമയുടെ OTT റിലീസ് ഡേറ്റ് കൺഫേം ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 26-നായിരിക്കും എന്നുള്ളത്. 26-ന് തന്നെ കേട്ടോ നെറ്റ്ഫ്ലിക്സിൽ വരും. ഡ്യൂറേഷൻ കുറഞ്ഞിട്ടേ ഉള്ളൂ, കൂടിയിട്ടില്ല കേട്ടോ. ഡ്യൂറേഷൻ കുറയ്ക്കുകയാണ് ചെയ്തത്. എനിക്ക് തോന്നുന്നു ജവാൻ നേരെ തിരിച്ചായിരുന്നു, ഡ്യൂറേഷൻ കൂട്ടിയായിരുന്നു. ഇത് നേരെ ഡ്യൂറേഷൻ കുറയ്ക്കുകയാണ്. കുറച്ചും കൂടെ കുറച്ചിട്ടേ 29 ആക്കി. 3 മണിക്കൂർ 29 മിനിറ്റ്. അതല്ല, കുറച്ചും കൂടി കുറക്കായിരുന്നു. ഒരു 3-നുള്ളിലൊക്കെ ഒതുക്കായിരുന്നു. ഇനി കുറക്കായിരുന്നു. 1.5 മണിക്കൂറിൽ കുറക്കട്ടെ. പിന്നെ സിനിമ ഇടാണ്ടിരുന്നെങ്കിൽ നന്നായേനെ. സിനിമ വരാൻ പാടില്ല. അഭിപ്രായത്തിലാട്ടോ ഒരു മാറ്റമൊന്നുമില്ല. അടുത്തത് ഫൈറ്റർ സിനിമയുടെ ബുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട്. സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് സിദ്ധാർത്ഥ് ആനന്ദാണ്. ഹൃതിക് റോഷനും ദീപിക പദുക്കോണും പ്രധാന വേഷത്തിലെത്തുന്ന സിനിമ. അനിൽ കപൂർ, അങ്ങനെ ഒരുപാട് ആക്ടേഴ്സ് നിറഞ്ഞു നിൽക്കുന്ന സിനിമ. റിപ്പബ്ലിക് ഡേ 26 ഡേന്റെ തലേ ദിവസം 25-ാം തീയതി മലൈക്കോട്ടയ്ക്കൊപ്പം റിലീസിനെത്തുന്ന സിനിമ. ഞാൻ അതിലേക്ക് എത്തുന്ന നിനക്ക് അറിഞ്ഞൂടെ? ഏകദേശം തെറ്റിന്ന് നിനക്ക് തോന്നിയാലും അത് ഞാൻ ശരിയിലേക്ക് കൊണ്ടുവരും. പിന്നല്ല, തീർച്ചയായിട്ടും. തുടക്കത്തിൽ ചിരിച്ചില്ലേ? ചിരിയായിരുന്നല്ലോ എന്നെ കൊല്ലുന്നതിന്റെ. അത് സത്യമായി. അടുത്തത് അത് ഞാൻ ഇനി ലാസ്റ്റ് പറഞ്ഞോളാം. നടികർ തിലകം സിനിമയുടെ പേര് അത് ചെറിയൊരു ഇഷ്യൂ ആയിരുന്നല്ലോ ആ പേര്. അപ്പോൾ ആ പേര് മാറ്റാൻ തീരുമാനിച്ചിട്ടുണ്ട്. മാറ്റുന്നതൊരു വെറൈറ്റി ആയിട്ടാട്ടോ. ഇത് ഇവരെ കണ്ടുപിടിക്കണം. അതായത് ഇതൊരു ലോഞ്ചായിട്ട് നടത്തുന്നതാണ്. പേര് മാറ്റുന്ന ചടങ്ങ്. അതൊരു പേരുടെ ചടങ്ങായി മാറും. അപ്പോൾ ഇത് പേര് എന്താ, ഇനി അടുത്ത പുതിയ ഇട്ട പേര് അനൗൺസ് ചെയ്യുന്നത് പ്രഭു ആയിരിക്കും. അത് നടികർ തിലകം എന്നുള്ളത് ആരുടെ പേരാ? ശിവാജി ഗണേശൻ്റെ പേരാണ്. അതായത് നമ്മുടെ പ്രഭുവിൻ്റെ അച്ഛൻ്റെ പേര്. അപ്പോൾ പ്രഭു ഒക്കെ പറഞ്ഞിട്ടാണ് ഇത് മാറ്റിയിട്ടുള്ളത്. അപ്പോൾ പ്രഭുവിനെ കൊണ്ട് തന്നെ പുതിയ പേര് ഇവർ അനൗൺസ് ചെയ്യും. വരാൻ പോകുന്ന പുതിയ പേര് അതായത് തിലകം എന്നുള്ളത് അങ്ങ് എടുത്തു കളയും. നടികർ. കൊള്ളാം അല്ലേ? നൈസാണ്, അടിപൊളി ചെയ്യുന്നുണ്ട്. ലാൽ JR സംവിധാനം ചെയ്യുന്ന സിനിമ. നമ്മുടെ സൗബിനും ടോവിനോയും പ്രധാന വേഷത്തിലെത്തുന്നു. അടുത്തെന്താ? ഇപ്പൊ ഇത് പറയുന്നതിന് മുന്നേ പറയാം, ഇപ്പോഴാണ് ഞാൻ ആ തുടക്കത്തിൽ ചിരിച്ചിട്ട് ഒരു കാര്യം പറഞ്ഞില്ലേ, അത് ഉറപ്പിച്ചിട്ടുണ്ട്. ഈ അരക്കിട്ട് ഉറപ്പിക്കാന്നൊക്കെ പറയില്ലേ? ഇത് സോറിയടാ, സോറിയുടെ കുട്ട അറിഞ്ഞില്ല, മറന്നുപോയി. എന്താണെങ്കിലും കീഴി മലൈക്കോട്ടെ വാലിബൻ സിനിമയുടെ പുതിയൊരു സ്റ്റില്ല് വന്നിട്ടുണ്ട്. ഇതെന്താ പറയുക, അത് മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയുമ്പോൾ ഇവന്റെ ഒരു എക്സ്പ്രഷൻ ഞാൻ പ്രതീക്ഷിച്ച, പക്ഷെ ആ ഒരു എക്സ്പ്രഷൻ നേരത്തെ വന്നുപോയി. കൈ വെച്ചപ്പോ തന്നെ ആ എക്സ്പ്രഷൻ വന്നു. അതുകൊണ്ട് ഇനി അതില്ല. എന്താണെങ്കിലും പുതിയ സ്റ്റില്ല് ഒരു രക്ഷയില്ല കേട്ടോ. കാണിച്ചു കൊടുക്കാളിയാ, ഞാനിങ്ങനെ പറഞ്ഞിട്ട് നീ കാണിക്ക്. ഒരു രക്ഷയില്ലാന്ന് പറഞ്ഞ കണ്ടിട്ട് കാണിച്ചാൽ കൊടുക്കും. വാശിക്ക് പിടിച്ചു വെച്ചോണ്ടിരിക്കുകയാണ്. യുദ്ധം ചെയ്ത് ഫൈറ്റ് എന്ന് പറയല്ലേ, യുദ്ധം ചെയ്തിട്ട് തളർന്നു നിൽക്കുകയാണ്. ഇനി പറയാനും തോന്നുന്നില്ല, ഒന്നും പറയണ്ട. ഇനി മലൈക്കോട്ടെ വാലിബിനെ കുറിച്ച് അനുരാഗ് കശ്യപ് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഹിന്ദിയിലേക്കുള്ള ഡബ് ചെയ്തിരിക്കുന്ന, അതായത് ലാലേട്ടന്റെ സൗണ്ട് കൊടുത്തിരിക്കുന്ന അനുരാഗ് കശ്യപ് ആണ്. ആള് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇങ്ങനത്തെ ഒരു സിനിമ, ഇത്തരത്തിലുള്ളൊരു സിനിമ ഇതുവരെ കണ്ടിട്ടില്ല എന്നാണ് അനുരാഗ് കശ്യപ് പറഞ്ഞിട്ടുള്ളത്. അത് നേരിട്ട് വിളിച്ച് പറഞ്ഞു സംഭവം സത്യമാവണം കേട്ടോ. അതായത് അനുരാഗ് കശ്യപ് ആള് പറഞ്ഞതങ്ങനെ ഇത് അങ്ങനെ അല്ലെങ്കിൽ ഞങ്ങള് സിനിമ അല്ലെങ്കിൽ ലിയോയിൽ സംഭവിച്ചില്ലേ, നിൽക്കുമ്പോഴും വെട്ടിയാണ് കയറിയില്ല, തീർന്നു. അപ്പോ
ഇതൊക്കെ കേൾക്കുമ്പോൾ സന്തോഷം കിട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും ഹൈപ്പ് കയറല്ലേ, മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു പഠിപ്പിച്ചു. നമ്മളിങ്ങനെ മോളിൽ നിന്ന് ഇങ്ങനെ പൊങ്ങുമ്പോൾ അടി കൊടുക്കുക, താന്നിരിക്കും പറഞ്ഞിട്ട്. നമുക്ക് മാത്രമേ വിമർശനമുള്ളൂ, അത് നമുക്കുള്ളൂ. നമ്മൾ ഹൈപ്പ് കയറ്റുന്നുള്ളത്. മറ്റുള്ളവര് പാപ്പച്ചനെ വരെ വെറുതെ ആണ് ഒഴിച്ചു വിട്ടിട്ട് ടിനു പാപ്പച്ചൻ, ഇപ്പൊ അനുരാഗ് കശ്യപ്, വിജയ് ബാബു, ഇവരൊക്കെ പറയുന്നതിന് ഒരു കുഴപ്പമില്ല. നമ്മളെന്തെങ്കിലും ഒരു 2 വാക്ക് പറഞ്ഞാല് അപ്പൊ തുടങ്ങും. എന്താണെങ്കിലും കിഴി എപ്പിസോഡോട് തീർന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ. ഇങ്ങനെ കരയിലടാ, മീശ വളരും പറഞ്ഞില്ലേ? ഈ മീശ വെച്ച് ഇങ്ങനെ കരയിലടാ, മീശ ഇനിയും വളരും. അയ്യോ, എന്നാ പൊക്കോ, എണീറ്റപ്പോ. ലാലേട്ടനെ കണ്ട് പഠിക്കേണ്ടി വരും. കണ്ണെന്ന് വെള്ളം നിറയും. അപ്പൊ എന്തായാലും പോയി. ബൈ.